പെരിയാറിലേക്ക് വീണ്ടും മാലിന്യമൊഴുക്ക്. CJ ലൂബ്രിക്കന്റ് കമ്പനിയിൽ നിന്നാണ് മാലിന്യം ഒഴുക്കുന്നത്. PCB ഉദ്യോഗസ്ഥരെ നാട്ടുകാർ വിളിച്ചു വരുത്തി. ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ചേരുന്നു. ആസിഫ്, മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയത്, പിന്നാലെ പരിശോധന, അതിൽ തന്നെ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ ഗുരുതരമായി തന്നെ മാലിന്യം പെരിയാറിൽ ഉണ്ടെന്നൊക്കെ കണ്ടെത്തിയതിന് ശേഷവും ഇത്തരത്തിൽ മാലിന്യം ഒഴുക്കുന്നത് തുടരുകയാണ്. എന്താണ് ഇപ്പോൾ അവിടെയുള്ള സാഹചര്യം? രജീഷ്, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഗുരുതരമായ ഒരു കാര്യമാണ്. കാരണം ഈ ഒരു CJ ലൂബ്രിക്കന്റ് എന്ന് പറഞ്ഞ കമ്പനി പെരിയാറിലേക്ക് മാലിന്യം ഒഴിക്കുന്നതായി നേരത്തെ കണ്ടെത്തുകയും 2 ആഴ്ച മുമ്പ് ഈ കമ്പനിക്ക് നോട്ടീസ് നൽകുകയും ആ കമ്പനി അടച്ചിടാൻ നിർദ്ദേശം നൽകുകയും ചെയ്ത കമ്പനിയാണ്. അങ്ങനെ അടച്ചിട്ട കമ്പനിക്കുള്ളിൽ നിന്നാണ് ഇന്ന് മഴയുടെ മറവിൽ അവിടെ കെട്ടിക്കിടന്ന മറ്റ് മാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിയത് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. അത്തരത്തിൽ അവരോട് ഈ നോട്ടീസ് നൽകിയ സമയത്തടക്കം ആ മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നടക്കം കർശനമായ നിർദ്ദേശം ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയതാണ്. എന്നാൽ അത് ഒന്നും പാലിക്കാതെ ആ മാലിന്യം അവിടെ നിന്ന് നീക്കുന്നതിന് പകരം അത് ഇന്ന് മഴയുടെ മറവിൽ പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നാട്ടുകാർ ഇത് ഈ ഓടകളിൽ കൂടി പെരിയാറിലേക്ക് നേരിട്ട് ഈ കറുത്ത ദ്രാവകമടക്കം ഒഴുകി വരുന്നത് ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ അത് കൈയോടെ പിടികൂടുകയും ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ഉദ്യോഗസ്ഥരെ വിളിച്ച് വരുത്തുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ അവിടെ PCB ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓടയിൽ കൂടി ഇപ്പോഴും കറുത്ത മാലിന്യം പെരിയാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാട്ടുകാർ ഇപ്പോൾ അത് കല്ല് വെച്ച് അടച്ച് മാലിന്യം പെരിയാറിലേക്ക് വരുന്നത് തടയാനുള്ള നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു കമ്പനിക്ക് നോട്ടീസ് നൽകി 2 ആഴ്ച പിന്നിട്ട സമയത്താണ് ഈ അടഞ്ഞു കിടന്ന കമ്പനി ഇരുട്ടിന്റെ മറവിൽ അവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യാതെ പെരിയാറിലേക്ക് ഒഴുക്കിയത് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം. ഏതായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കമ്പനി നേരത്തെ മാലിന്യം ഒഴുക്കിയതിന് വിശദീകരണം നൽകേണ്ട സമയം അവസാനിക്കാനിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇത്ര ഗുരുതരമായ ഒരു മാലിന്യമൊഴുക്ക് വീണ്ടും ഈ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കറുത്ത ഓയിലടക്കം ഇത്തരത്തിൽ ഈ പെരിയാറിലേക്ക് നേരത്തെ ഒഴുക്കിയത് വ്യക്തമായ തെളിവുകളോടുകൂടി പിടികൂടിയ ഒരു കമ്പനിയാണ് ഇതെന്ന് വ്യക്തമാണ്. അന്ന് ഈ PCB ഇതിന് നോട്ടീസ് നൽകിയ സമയത്ത് ഗുരുതരമായ വീഴ്ചയാണ് നിങ്ങൾ വരുത്തിയത് എന്നും ഇത്തരത്തിൽ ജലസംരക്ഷണ നിയമത്തിലെ അടക്കം ഗുരുതരമായ ലംഘനം നടത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നോട്ടീസ് നൽകിയ കമ്പനിയാണ് വീണ്ടും ഇത്തരത്തിൽ പെരിയാറിനെ മലിനമാക്കുന്ന രീതിയിൽ ഇപ്പോൾ മാലിന്യമൊഴുക്ക് തുറന്നുകൊണ്ട്. ആസിഫ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർച്ചയായി ഇത് നടക്കുന്നു, അധികൃതർ അറിയുന്നു, ഇത് കോടതിയുടെ പോലും പരാമർശത്തിന്റെ ഭാഗമായി വരുന്നു. പക്ഷേ വീണ്ടും ഇത് തന്നെ സംഭവിക്കുന്നു. ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും രുചിഷ്, ഇതൊരു നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അത് തന്നെയാണ്. കാരണം അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ PCB ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വന്ന് ഈ പരിശോധന നടത്തി പോകുന്നതല്ല, അതൊരു പ്രഹസനം മാത്രമായി തുടരും. പിന്നീട് ഈ നോട്ടീസ് നൽകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാലിന്യമൊഴുക്ക് പിടികൂടുന്നത് മുഴുവൻ അവിടുത്തെ നാട്ടുകാരാണ് എന്നുള്ളതാണ്. ആ നാട്ടുകാർ ഇതിന് സമരസമിതിയുമായി അടക്കം ബന്ധപ്പെട്ട ആളുകളാണ് ഈ പാതിരാത്രിയിലും പുലർച്ചയും അടക്കം പോയി ഈ പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കുന്ന കമ്പനികളെ കണ്ടുപിടിക്കുകയും PCB ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്തത്. അല്ലാതെ PCBയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ അടക്കം പൂർണ്ണമായും പരാജയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കുഫോസ് അടക്കം കഴിഞ്ഞ ദിവസം ആ വലിയ മത്സ്യക്കുരുതിക്ക് ശേഷം നൽകിയ റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇത് പരിശോധിക്കാൻ കൃത്യമായ നിരീക്ഷണ സംവിധാനം വേണമെന്നുള്ളത്. ആ റിപ്പോർട്ട് അത് പൂർണ്ണമായും അത് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം അത് പാലിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിപ്പോൾ രാത്രിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മാലിന്യമൊഴുക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ യാതൊരു നിരീക്ഷണ സംവിധാനവും ഇല്ലാതെ പെരിയാറിനെ വീണ്ടും വീണ്ടും മലിനമാക്കാൻ കഴിയുന്ന സാഹചര്യമാണ് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ വിളിച്ച് പറയുമ്പോൾ മാത്രം എത്തുന്ന ആ PCB ഉദ്യോഗസ്ഥരെ കൊണ്ട് എന്ത് കാര്യമെന്നൊരു ചോദ്യം സ്വാഭാവികമായും അവിടുത്തെ നാട്ടുകാർ കഴിഞ്ഞ കുറെ കാലമായി ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇന്നും വ്യക്തമായ രീതിയിൽ നഗ്നമായ നിയമലംഘനം നടന്നുകൊണ്ട് പെരിയാറിലേക്ക് മാലിന്യം ഒഴുക്കിയിട്ടുണ്ട് എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇന്നും പതിവ് പോലെ നാട്ടുകാർ തന്നെയാണ് ഇത് പിടികൂടുകയും PCB ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു കമ്പനി നിലവിൽ അത് മാലിന്യം ഒഴുക്കിയതിന്റെ പേരിൽ അടഞ്ഞു കിടക്കുന്ന കമ്പനിയാണ്. അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ട മാലിന്യം ഇരുട്ടിന്റെ മറവിൽ ഇന്ന് പെരിയാറിലേക്ക് ഒഴുക്കി വീണ്ടും പെരിയാറിനെ മലിനമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മഴയൊന്ന് പെയ്താൽ അവിടുത്തെ പല കമ്പനികളുടെയും പ്രധാനപ്പെട്ട ജോലി അന്ന് രാത്രിയിൽ പരമാവധി മാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കി. ആസിഫ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ആഴ്ച മുൻപ് പോലും നോട്ടീസ് ലഭിച്ച ഒരു കമ്പനിയിൽ നിന്ന് വീണ്ടും മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരെ നോക്കുകുത്തിയാക്കി വീണ്ടും മാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്നു. വിവരങ്ങൾ നൽകിയായിരുന്നു ആസിഫ് മുഹമ്മദ്.